ഉമ്മാനോട് പൊതുവെ മക്കൾക്ക് ഒരു സ്നേഹം ഉണ്ടാവും, ബാപ്പാനോട് കുറച്ച് സ്നേഹം കുറവാണ്. അങ്ങനത്തെ മക്കളും ഉണ്ടാവും. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഈ ബാപ്പ എന്ന് പറയുന്നത് ഭയങ്കര ഗൗരവത്തിലാണല്ലോ, എപ്പോഴും ഒരു സിംഹത്തിന്റെ ഒരു നിലപാടിലെ ഉണ്ടാകുക. മകൻ എപ്പോഴും വൈകി വരികയാണ്, മകൻ എപ്പോഴും വൈകി വരുന്നു വീട്ടിലേക്ക്. അപ്പോ ഒരു ദിവസം ബാപ്പ നല്ലോണം ശകാരിക്കാണ്, മകനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താണ്. നാളെ 9:30 മണിക്ക് മുമ്പ് വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം തരില്ല. ഉപ്പാന്റെ പ്രഖ്യാപനമാണ്, നാളെ രാത്രി 9:30 മണിക്ക് മുമ്പ് നീ വീട്ടിലേക്ക് നിന്റെ കൂട്ടുകാരന് റോഡിൽ നിന്ന് നിസ്കരിച്ചിട്ടൊക്കെ വന്നിട്ടില്ലെങ്കിൽ നിനക്ക് നാളെ ഭക്ഷണം ഇല്ല, എനിക്ക് നാളെ വാതിൽ തുറന്നു തരൂല. ഉപ്പാന്റെ പ്രഖ്യാപനമാണ്. പിറ്റേ ദിവസം അല്ലേ ഒരു 9:30 മണിയാകുമ്പോഴേക്ക് അല്ലെങ്കിൽ 9:40 ആകുമ്പോഴേക്ക് എത്തി. ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് റൂമിന്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ട്. ഇവമെല്ലാം പേടിയോടെ വന്നു. അടുക്കള വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഉമ്മ. അടുക്കള വാതിലൂടെ മകനെ ഉള്ളിൽ കയറ്റിയിട്ട് ഉപ്പ ഈ വാതിൽ ഫ്രണ്ട് വാതിൽ അങ്ങ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അടുക്കള വാതിലൂടെ മകനെ ഉമ്മ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ബാപ്പ അറിയാതെ മെല്ലെ ഭക്ഷണം എടുത്തു കൊടുത്തിട്ട്, ഉപ്പ അറിയണ്ട നീ മെല്ലെ പോയി കിടന്നോന്ന് പറഞ്ഞിട്ട് മകനെ റൂമിലേക്ക് അയച്ചിട്ട് ഉപ്പാന്റെ അടുക്കലേക്ക് ഉമ്മ മെല്ലെ കിടന്നുറങ്ങാൻ വേണ്ടി വരുമ്പോൾ വാതിൽ തുറന്നിട്ട് കട്ടിലിരിക്കുന്ന ഉമ്മാനോട് ഉപ്പ ഉറങ്ങിയ ഉപ്പ ചോദിക്കാണ്, ചെക്കൻ വന്നിട്ട് ഭക്ഷണം കൊടുത്തിട്ടില്ലേ? സുബ്ഹാന ജല്ല ജലാലു. കാടുപ്പത്തിൽ നിന്നിട്ടില്ലെങ്കിൽ ഈ മക്കള് പഴച്ചു പോകും. അതുകൊണ്ട് വെറുതെ ഒരു ശൗര്യം കാണിക്കാന്നല്ലാതെ പൊന്നുമോനെ നിന്നെ പട്ടിണി കിടത്താൻ നിന്റെ ഉപ്പക്ക് കഴിയില്ല. നിന്നെ തല്ലാനും നിന്നെ ചീത്ത വിളിക്കാനും നിന്റെ ബാപ്പക്ക് കഴിയില്ല. ബാപ്പയെ പോലെ സ്നേഹമുള്ള മറ്റൊരു ലോകം നിനക്ക് വേറെയില്ല. അള്ളാഹു നമ്മുടെ ഉമ്മ ബാപ്പമാർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മരണപ്പെട്ടവരെ ഖബർ അല്ലാഹു തആല സ്വർഗമാക്കട്ടെ.